അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ ഇന്ന് വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണം, അതിനു മുമ്പ് CPI സംസ്ഥാന സമിതിയിലും അതോടൊപ്പം തന്നെ സംസ്ഥാന കൗൺസിലും അതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് യോഗത്തിലും എടുത്തിരിക്കുന്ന നിലപാട് എങ്ങനെ തോറ്റു എന്നുള്ളതാണ്. ഇന്ന് ബിനോയ് വിശ്വം പറയുന്നത് ഞങ്ങൾ വീണാൽ വീണു എന്ന് പറയും എന്നുള്ളതാണ്. കാരണം തോറ്റിട്ടില്ല എന്നുള്ള പ്രതികരണങ്ങളാണല്ലോ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് പറയുകയാണ്. എങ്ങനെ തോറ്റു എന്ന് ആ പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഇടതുപക്ഷത്തെ LDF മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് ആ നിലപാട് എടുക്കുന്നത്. അതിൽ പിണറായി വിജയനാണ് എല്ലാം തീരുമാനിക്കുന്നത്. ആ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് കൂടിയാണ് CPI വിലയിരുത്തുന്നത്. അങ്ങെങ്ങനെ കാണുന്നു? സ്മൃതി, CPI ഇന്ന് നടത്തിയത് സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ്. ഇപ്പോൾ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് സ്മൃതി പ്രദർശിപ്പിച്ച ആ വീഡിയോയിൽ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കാറിനെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് നടത്തിയ പ്രസ്താവനകൾ ഒരു ഘട്ടത്തിൽ പോലും ന്യൂനപക്ഷ വിരുദ്ധമായിരുന്നില്ല. അവർ ലീഗിനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ചിത്രം, റൈസ് റഷീദാണ് ആ ചോദ്യം ചോദിച്ചത്. കേരളം ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്. അതിന് വെള്ളാപ്പള്ളി മറുപടി പറയുന്നത് നാക്ക് കടിച്ചുകൊണ്ടാണ്. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇന്ന് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തിട്ടാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. ഞാൻ ചരിത്രം പറയില്ല, പെട്ടെന്ന് പറയാം. 28-ലാണ് ഗുരുദേവന് തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്നത്. ഒരു കിട്ടം വൈദ്യരും ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അനുയായികൾ വന്ന് അനുവാദം ചോദിച്ച സന്ദർഭത്തിൽ ചോദിച്ചു, ഇതിന് വല്ല വ്രതശുദ്ധിയോ മറ്റോ വേണോ എന്ന് ചോദിച്ചു. ഗുരുദേവൻ പറഞ്ഞു, ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധികൾ പാലിച്ച് ഇവിടേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് മനഃശുദ്ധിയാണ്, മറ്റൊന്ന് വാക്ശുദ്ധിയാണ്. വാക്ശുദ്ധി എന്ന് പറഞ്ഞാൽ കള്ളം പറയാതിരിക്കുക, മനുഷ്യരെ പറഞ്ഞ് വെറുപ്പിക്കാതിരിക്കുക. മനഃശുദ്ധി എന്ന് വെച്ചാൽ മനസ്സിൽ കോപമില്ലാതിരിക്കുക. അങ്ങനെ വ്രതശുദ്ധിയോടെ നടക്കേണ്ടുന്ന ഇവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന ശ്രീനാരായണീയർ മാത്രമല്ല, ഈ മലയാളക്കര മുഴുവൻ വലിയ ആദരവോടെ നോക്കിക്കാണുന്ന ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇറങ്ങി വന്നിട്ടാണ് ഇന്ന് ആ മനുഷ്യൻ തൻ്റെ മുൻപിലേക്ക് അസൗകര്യമുള്ള ഒരു ചോദ്യം വന്നപ്പോൾ നാക്ക് കടിച്ച് മൈക്ക് തട്ടിപ്പറിച്ചത് എന്നത് കേരളം കാണട്ടെ, ഇത് വിലയിരുത്തട്ടെ. നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ ഇത്രയും നേരം സ്മൃതി റജി ലൂക്കോസിനോട് തർക്കിച്ചു. അദ്ദേഹം വെള്ളാപ്പിയിൽ നിന്ന് മെല്ലെ തെന്നി നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിൽ ലാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സ്മൃതി, ഇപ്പൊ വെള്ളാപ്പള്ളി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിമർശിച്ചു. അവിടെയുള്ള റൈസിന്റെ ചോദ്യം വന്നത്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിങ്ങളുടെ കയ്യിൽ സ്ഥലമുണ്ടെന്ന് പറയുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് അനുമതി കിട്ടി? അതൊരു നല്ല ചോദ്യമാണ്. ഞാനിപ്പോൾ റിപ്പോർട്ടർ തന്നെ ഒരു വാർത്ത ഇന്ന് കൊടുത്തൊരു വാർത്ത വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ആദ്യത്തെ ഒരു കോളേജ് മലബാറിൽ ആരംഭിക്കുന്നത് 68-ലാണ്, കോഴിക്കോട്ട് ചേളന്നൂരിലാണ്. 995-ൽ ഒരു 2 കോളേജുകൾ ആരംഭിക്കുന്നുണ്ട്, കൊയിലാണ്ടിയിലും അതേപോലെ തന്നെ വയനാട്ടിലെ പുൽപ്പള്ളിയിലും. കാസർഗോട്ട് 2003-ലും പെരിന്തൽമണ്ണയിൽ 2002-ലും SNDP കോളേജുകൾ ആരംഭിക്കുന്നുണ്ട്. 68-ൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയയാണ്, മുസ്ലിം ലീഗുകാരനാണ്. 95-ൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ET മുഹമ്മദ് ബഷീറാണ്, മുസ്ലിം ലീഗുകാരനാണ്. 2002-ൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പെരിന്തൽമണ്ണക്കാരനായ നാലകത്ത് സൂപ്പിയാണ്, മുസ്ലിം ലീഗുകാരനാണ്. 2003-ലും അദ്ദേഹമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ ഇവരുടെ ഒരു ഡിമാൻഡ് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് നീതിയുക്തമായ സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത്. അപ്പം മുസ്ലിം ലീഗിനെ മുൻനിർത്തി ഇദ്ദേഹം നടത്തിയിരുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ കാറിൽ ഇദ്ദേഹം കയറി എന്ന് പറയുമ്പോൾ ഞാൻ അയിത്തജാതിക്കാരനാണോ എന്ന് ചോദിച്ച് ഒരു ഇരവാദം ഉയർത്താൻ ശ്രമിക്കുകയാണ് വെള്ളാപ്പള്ളി. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതോ മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ചതോ അല്ല പ്രശ്നം. അതൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിലെ വേദികളിൽ ഉടനീളം ഇവിടെ റജി ലൂക്കോസ് തന്നെ അംഗീകരിച്ചതുപോലെ, അദ്ദേഹം തന്നെ പ്രതിഷേധ വാക്കുകൾ പറഞ്ഞതുപോലെ, ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ആവർത്തിച്ച് അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തി കൂടെ കൊണ്ട് നടന്നത് ആ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഗുണഫലം തങ്ങൾക്ക് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പിണറായി വിജയൻ വിചാരിച്ചപ്പോഴാണ്. ഇപ്പം വെള്ളാപ്പള്ളിയെ തള്ളി പറയുമ്പോഴും ഇവർക്ക് പിണറായിയെ തള്ളി പറയാൻ ചർച്ചയിലെ പ്രതിനിധിക്ക് പ്രയാസമുണ്ട്. അദ്ദേഹം CPI എങ്ങനെ പരിഹസിക്കുകയാണ്. CPI ചതിയൻ ചന്തുവാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ CPIയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മുഖ്യമന്ത്രി കസേര വലിച്ചെറിഞ്ഞിട്ട് ഇടതുപക്ഷ ഐക്യമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ 1/2 നൂറ്റാണ്ട് മുൻപ് ഇറങ്ങി വന്ന ഒരു പാർട്ടിയാണത്. PM ശ്രീയിൽ മാത്രമല്ലല്ലോ CPI ചതിക്കപ്പെട്ടത്. ഇപ്പൊ വയനാട് അവർ പരാജയപ്പെടുന്ന ഒരു സീറ്റാണ്. തിരുവനന്തപുരം BJP കോൺഗ്രസ് ആണ് മത്സരിക്കുക. CPIക്ക് മത്സരിച്ച് ഫൈറ്റ് ചെയ്ത് വിജയിച്ച് ഒരു MP ഉണ്ടാക്കാൻ കേരളത്തിൽ കഴിയുന്ന ഒരു സീറ്റ് തൃശ്ശൂരായിരുന്നു. അവിടെ പൂരം കലങ്ങുന്നു. കേരളത്തിൽ ഒരു മുൻ മന്ത്രി K രാജൻ സുനിൽകുമാർ അവിടെ സ്ഥാനാർത്ഥിയാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ മന്ത്രി K രാജൻ ഒരു പോലീസ് ഓഫീസറുടെ ഫോണിലേക്ക്
വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല എന്ന കൃത്യമായ കമ്മ്യൂണിക്കേഷൻ മറുഭാഗത്ത് നടക്കുന്നു. സുരേഷ് ഗോപി വരുന്നു, പൂരം നടത്തുന്നു, CPI തോൽക്കുന്നു, BJP വിജയിക്കുന്നു. യഥാർത്ഥത്തിൽ ചതിക്കപ്പെട്ടത് CPI അല്ല, PM ശ്രീയിൽ മാത്രമാണ്. PM ശ്രീ ആ മന്ത്രിസഭാ യോഗത്തിൽ ഈ 4 പാവങ്ങളും ചോദിച്ചില്ലേ ഇതെങ്ങാനും ഒപ്പുവെക്കാൻ പോകുന്നുണ്ടോ, അതിന്റെ തലേ ദിവസം ഒപ്പുവെച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് പിണറായി വിജയൻ പറയണ്ടേ. ഞാൻ ചുരുക്കാണ് സ്മൃതി, ചതിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ CPI ആണ്. തൃശ്ശൂർ അവരെ ചതിച്ചു, PM ശ്രീയിൽ അവരെ ചതിച്ചു. ഇന്നത്തെ ദിവസം CPI LDF-ലെ രണ്ടാമത്തെ കക്ഷിയാണല്ലോ, ആ കക്ഷിയെ മുൻനിർത്തി ഇദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ CPM-ന്റെ മറുപടി വരണ്ടേ. CPI ഞങ്ങളുടെ കൂടെ അരനൂറ്റാണ്ടുകാലമായിട്ടുണ്ട്, താങ്കൾ മുന്നണിക്ക് പുറത്ത് നിന്ന് ഞങ്ങളുടെ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയെ ഞങ്ങളുടെ ഈ സഖാക്കൾ അധിക്ഷേപിക്കരുത് എന്നൊരു വാക്ക് CPM-ന്റെ പാർട്ടി ലീഡർഷിപ്പ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഈ CPI ഭള്ളു പറയുന്ന ഈ വൈകുന്നേരവും CPM ഈ പറയുന്ന ഈ വെള്ളാപ്പള്ളി നടേശനെ കൈവിടാൻ തയ്യാറല്ല എന്നതാണ്. ചതിക്കപ്പെട്ടത് CPI ആണ്, ചതിച്ചത് പിണറായി വിജയനാണ്. ചതിയൻ ചന്തു എന്ന പേര് പിണറായിക്കാണ് ചേരുക. ആ ചന്തുവിന്റെ കയ്യിലേക്ക് ആരോമലിനെ കുത്തിവീഴ്ത്താൻ പണ്ട് മുറിച്ചുരുക എടുത്തു കൊടുത്തതുപോലെ ഇപ്പൊ മുറിച്ചുരുക എടുത്തു കൊടുക്കുന്ന പണിയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിക്കല്ലാണ് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. Debate with Smriti Parathikkad.